ഹായ് നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 5.1 ആംപ്ലിഫയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ എതീഷ് ട്രെൻഡ് ഇലക്ട്രോണിക്സിൽ. അപ്പോൾ കുറേ നാളായി വീഡിയോ കേട്ടിട്ട് എതീഷിൻ്റെ അടുത്ത് എൻ്റെ അടുത്തും ഒക്കെ പേഴ്സണലി ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇല്ലാത്തതെന്ന്. അപ്പം കുറച്ച് ഞാനും തിരക്കായിരുന്നു, എതീഷും തിരക്കായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം ഇത് ഡെനോണിൻ്റെ AVR മോഡൽ ഒരു ആംപ്ലിഫയർ ചെയ്തിട്ടുണ്ട് 5.1. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. രതീഷേ, ഹായ്. എന്തുകൊണ്ട് വിശേഷം? കുറെ നാളായല്ല കണ്ടിട്ട്. ഇച്ചിരി ബിസി തിരക്കും വർക്കും ഒക്കെ ആയിരുന്നു. ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു രതീഷിന്റെ വീഡിയോ എന്താ ഇല്ലാത്തതെന്ന്. എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു. ഇപ്പൊ വീഡിയോസ് ആരും ചെയ്യുന്നില്ല, ഞാൻ എന്റെ ചാനലിൽ ഇടുന്നില്ല. ഞാനും ഇട്ടിട്ട് 1 മാസമായി. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം പുതിയ വർക്ക് എന്താണ്? പുതിയ വർക്ക് നമ്മളൊരു 5.1 അസംബിൾ ചെയ്തിരിക്കുക. ഒരു ഡോൾബി GTS വരുന്ന രീതിയിൽ ചെയ്തിരിക്കുക. AVRന്റെ ലുക്കിലല്ലേ ചെയ്തേക്കുന്നത്? സെയിം AVR ഡെനോണിന്റെ അതിൽ നിന്ന് ആ ഒരു മോഡൽ ഇൻസ്പിറേഷൻ എടുത്ത് ചെയ്തൊരു ഡിസൈൻ. കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഡെനോണിന്റെ ഇത് ഏതാ? 5.1 അല്ലേ? 5.1. ഒരു ചാനല് 100 വാട്ട്സ് വെച്ച് 5 ചാനല് 280 വാട്ട്സിന്റെ സബ്, സോറി 480 വാട്ട്സിന്റെ സബ് വരുന്ന രീതിയിൽ. അപ്പൊ ഫ്രണ്ടിൽ എന്തൊക്കെയാ ഉള്ളത് ഒന്ന് പറയാവോ? ഫ്രണ്ട് പാനലിൽ നമ്മള് ഈ ഒരു എൻകോഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ ഒരു പവർ സ്വിച്ച്, അതിന്റെ ഒരു പവർ ഇൻഡിക്കേഷനും. ഇതും AVRന്റെ അതേ ലുക്കിൽ വരുന്ന ആ ഒരു ഡിസൈനിലുള്ള അതേ മോഡൽ തന്നെ. പിന്നെ ഇത് ഒരു ഫോണോട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഡമ്മി ഒന്നുമില്ല. ഈ സ്വിച്ചും കാര്യങ്ങളും റൈറ്റും കാര്യങ്ങളെല്ലാം ഡമ്മി ആയിട്ടാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡമ്മിയാ. പിന്നെ വരുന്നത് ഒരു USB-യുടെ ഒരു സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ സബിന്റെ കൂളിംഗ് കൺട്രോൾ. ഫ്രണ്ടിൽ സബ് എൻകോഡർ മാത്രമേ ഉള്ളൂ. കറക്റ്റ് AVR ലുക്കാ. പിന്നെ USB-യുടെ അല്ലേ? ഇതിനകത്ത് ബാഡ്ജിങ് ഒന്നുമില്ല, മോഡൽ നമ്പർ മാത്രമേ ഉള്ളൂ അല്ലേ? ഇന്റഗ്രേറ്റഡ് റിസീവർ AVR BJ അത് മാത്രമേ ഉള്ളൂ അല്ലേ? ബാക്കിയെല്ലാം AVR ലുക്ക് തന്നെ ഉണ്ട്. ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് അസംബിൾഡ് ആണോ എന്ന് സംശയമുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് രതീഷേ. പിന്നെ എനിക്ക് ഇതില് ഒരു അഭിപ്രായം പറയാനുണ്ട്. ഇത് എത്ര ഇഞ്ചിന്റെ ക്യാബിനാ? 6 ഇഞ്ചിന്റെ ക്യാബിനറ്റ്. 6 ഇഞ്ചിന്റെ ക്യാബിനറ്റ്. ഒറ്റ ഒരു പോരായ്മയുണ്ട്. എന്തെങ്കിലും തോന്നിയായിരുന്നോ? പോരായ്മയായിട്ട് തോന്നിയത് കൺട്രോളിന്റെ സൈസ് ഇച്ചിരി കൂടെ വലുതാക്കിയ കൺട്രോളിന്റെ സൈസ് ഒരു കുറച്ചും കൂടെ വലുതായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അത് പാനൽ കിട്ടിയതിനു ശേഷം എനിക്ക് തോന്നിയായിരുന്നു. അങ്ങനെ അതേ ഉള്ളു. അപ്പം ഓണാക്കി ഒന്ന് കാണിച്ചാലോ? ഓക്കെ. ഡോൾബി ഡിജിറ്റൽ റിമോട്ട് കിറ്റ് അല്ലേ? ഇതാണ് ഇതിൽ സിമ്പിൾ ആയിട്ടുള്ളത്. ഇതിൽ അപ്പുറത്തപ്പുറത്തൊന്നും നമ്മൾ ലൈറ്റ് ഒന്നുമില്ല. സിമ്പിളാ. ലൈറ്റ് ആകെ ഉള്ളത് ഈ ഒരു LED മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അല്ലേ? സ്റ്റാൻഡേർഡ്. അപ്പൊ ഇതിനകത്ത് 5.1ന്റെ റിമോട്ട് കിറ്റ് അല്ലേ വെച്ചേക്കുന്നത്? ഏതിന്റെ റിമോട്ട് കിറ്റാ? ക്വാളിറ്റി ഉണ്ടോ? നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. കൊണ്ടുപോയവർക്കെല്ലാം നല്ല അഭിപ്രായം ഉണ്ട്. HDMI കണക്ട് ചെയ്ത പെർഫോമൻസ് വെച്ച് മാറും ഒക്കെ നല്ല രീതിയിൽ ഡീകോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് USB ബ്ലൂടൂത്ത് HDMI ഒപ്റ്റിക്കല് കോയാക്സില് എല്ലാം ഉണ്ട്. ആക്സ് എല്ലാ സംഭവമുണ്ട്. FM മോഡൽ. അപ്പൊ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തൊന്ന് കാണിച്ചാലോ? ഇതിന്റെ അകം കാണിച്ചാലോ നമുക്ക്? ശരി, പറഞ്ഞോളൂ. എന്തൊക്കെയാണ്? ടൊറോയ്ഡ് ട്രാൻസ്ഫോമർ ഒക്കെ അല്ലേ? ഇതില് നമ്മള് ടൊറോയ്ഡിലാണ് ഉപയോഗിച്ചിരിക്കുന്ന. ഇതില് ടൊറോയ്ഡ് ട്രാൻസ്ഫോമർ നമ്മൾ ടാപ്പ് ചെയ്തിരിക്കുന്നത് 25 വോൾട്ടും 10 ആംപിയറിന്റെ ഒരു ടാപ്പിങ്ങും 55 വോൾട്ടും 12 ആംപിയറിന്റെ ഒരു ടാപ്പിങ്ങും അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ പവർ സപ്ലൈ ആയിട്ട് ഡിജി ക്യാപ്പ് 80 വോൾട്ട് 15,000ന്റെ 2 കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് സബ്വൂഫറിന് വേണ്ടി ഉപയോഗിച്ചത്. ഇത് ചാനലിന് വേണ്ടി നമ്മൾ 50 വോൾട്ടും 10,000ന്റെ 2 കപ്പാസിറ്ററും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കപ്പാസിറ്റർ ഡിജി ക്യാപ്പിന്റെ അടിപൊളി കപ്പാസിറ്റർ. പിന്നീട് ഒരു 5.1ന്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മള്. പിന്നെ സൈഡ് ചാനലായിട്ട് 5 ചാനലായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ODXന്റെ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ODXന്റെ ബോർഡാണ്. നല്ല ക്വാളിറ്റി ഉള്ള ബോർഡാണ്. നല്ല പെർഫോമൻസ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, അടിപൊളി ഒരു ബോർഡാണ് ODXന്റെ. പിന്നീട് സബ്വൂഫറിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് DTEC ODXന്റെ 8 ട്രാൻസ്ഫർ വരുന്ന ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. DTECന്റെ അതെങ്ങനെയുണ്ട്? അതും അടിപൊളി പെർഫോമൻസ് ഉണ്ട്. 480 വാട്ട്സ് ഏകദേശം RMS നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ കസ്റ്റമർ ഇത് ഒരു ചാമ്പ്യൻ സീരീസിനകത്ത് സെറ്റ് ചെയ്യുന്ന പൈനിയറിന്റെ. പിന്നീട് നമ്മള് ഡോൾബി ഡീകോഡർ ഉപയോഗിച്ചിട്ടുണ്ട്. GTECന്റെ തന്നെ
പിന്നെ നമ്മളെ ഡിറ്റോ കോഡേഴ്സിന്റെ റിമോട്ട് കിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ റിമോട്ട് കിറ്റ്. വയറിങ് അത്യാവശ്യം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്, വൃത്തികേടൊന്നും ഇല്ല. പിന്നെ സബ് ബനാന സോക്കറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. 2 ഫാൻ ഉണ്ട്, 2 ഫാനുണ്ട്, കൂളിംഗ് ഫാൻ ഉണ്ട്. കമ്പ്യൂട്ടർ കോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഉൾവശം. അപ്പം ഇതിന്റെ ബാക്ക് സൈഡ് കാണിച്ചു കൊടുത്താലോ? ബാക്ക് സൈഡ് കാണിക്കാം. ഓക്കെ, നമ്മള് ബനാന സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ബനാന സോക്കറ്റ് അല്ലേ? ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സെന്റർ, സബ്. ഒരു സബ് 2 സബ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ? ക്യാബിനറ്റിൽ കിടക്കുന്ന ഒരു ഓപ്ഷൻ. നമുക്ക് 2 സബ് വെച്ചും ചെയ്യാം. 5.2 ഒക്കെ ഇതിൽ തന്നെ നമുക്ക് അസംബിൾ ചെയ്തെടുക്കാം. പിന്നെ ഇതാണ് വരുന്നത്, ഇത് ഇൻപുട്ട് ആണ്. ആക്സ് എല്ലാം 3 ഉണ്ടല്ലേ? 3 ഇൻപുട്ട്. പിന്നെ ARC ഉണ്ട്, HDMI, ഒപ്റ്റിക്കല്, കോയാക്സിൽ എല്ലാം പറയും. പിന്നെ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കൊടുത്തേക്കുന്ന സോക്സ് ഇവിടെ. ഇത് നമ്മൾ ഈ സെലക്ടർ ബട്ടൺ അടിച്ചാൽ നമുക്ക് ഇൻപുട്ട് സെലക്ട് ചെയ്യാം. നമ്മൾ റിമോട്ട് ഏകദേശം കംപ്ലൈന്റ് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബട്ടണിൽ ജിടെക്കിന്റെ ക്യാബിൻ അല്ലേ? ജിടെക്കിന്റെ. പിന്നെ പവർ സോക്കറ്റ്, മറ്റേ കമ്പ്യൂട്ടർ സോക്കറ്റ്. ഓക്കെ, ഇത്രയാണ് ബാക്കിലുള്ളത്. അപ്പൊ ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പൊ യതീഷ്, ഓഡിയോ ക്വാളിറ്റി കുഴപ്പമില്ലാത്ത ഓഡിയോ ക്വാളിറ്റി ഉണ്ട് 5.1-ന്. അപ്പം ഇത് ഇനി ആൾക്കാർ ചോദിക്കുന്ന കമന്റ് ഇതായിരിക്കും, ഇതിന് എത്ര രൂപയാന്ന് നിങ്ങൾ പറയുന്നില്ല എന്ന്. ഇതിന് ഏകദേശം എത്ര രൂപ ആയിട്ടുണ്ട്? നമുക്ക് പല സ്പെക്കുകൾ ആയതുകൊണ്ട് ഒന്നാമത്തെ കാര്യം റേറ്റ് നമ്മൾ കൃത്യമായിട്ട് പറയാത്തത്. ഇതിന് ഏകദേശം ഒരു 28 രൂപ തൊട്ട് 35 രൂപയ്ക്കകത്ത് വെച്ച് റേറ്റ് ആവും. 28-നും 35-നും ഇടയ്ക്കൊക്കെ ആവും. സ്പെക്ക് മാറുന്ന അനുസരിച്ച് റേറ്റ് മാറും. ഈ ഒരു സെറ്റപ്പിൽ ചെയ്യണം. അപ്പൊ ആവശ്യമുള്ളവർ വിളിക്കട്ടെ അല്ലേ? വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അല്ലയോ? നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം, ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്തിട്ടേക്കാം. നമ്മളെ ലൊക്കേഷൻ വരുന്നത് ചന്ദനത്തോപ്പാണ്, കൊല്ലം ചന്ദനത്തോപ്പ്, മുടന്തിയാരുവിള ജംഗ്ഷൻ. ചന്ദനത്തോപ്പ് ജംഗ്ഷനിൽ നിന്നും റെയിൽവേ ഗേറ്റിന്റെ കഴിഞ്ഞിട്ട് ഒരു 500 മീറ്റർ ജംഗ്ഷനിൽ നിന്ന് ഇല്ലയോ? 500 മീറ്റർ ഇല്ല, 100-200-300 മീറ്റർ കാണും. ഓക്കെ, ആവശ്യമുള്ളവരപ്പോൾ വിളിക്കട്ടെ അല്ലേ? അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പം ഇതുപോലത്തെ ആമ്പ് വേണമെന്നുണ്ടെങ്കിൽ യതീഷിന്റെ നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ മെസ്സേജ് ഇടത്തല്ലേ? വിളിച്ചാൽ യതീഷ് എടുക്കത്തില്ലെന്ന് പരാതിയാ. മാറിയിട്ടില്ല. അപ്പൊ വേറെ ഒന്നും കൊണ്ടല്ല എടുക്കാത്ത, നല്ല തിരക്കാ. വിളിക്കുന്നവര് ഇരുന്ന് നന്നായിട്ട് സംസാരിക്കും. അതാ അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് മെസ്സേജോ വാട്സപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് യതീഷ് റിപ്ലൈ തരും. അപ്പം വിളിക്കട്ടല്ലേ ആവശ്യമുള്ളവര്. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ചന്ദനത്തോപ്പാണ്, കൊല്ലം ചന്ദനത്തോപ്പ്. അതെ, മുടന്തിയാരുവിള ജംഗ്ഷൻ. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ? അപ്പം ഓക്കെ, ബൈ.